എല്ലാവരും ചോദിച്ച് കുറേ പേര് വിളിച്ച് എന്ത് വീഡിയോ ഇടാത്തത് കാര്യങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഷാൻ 3 മണിക്ക് പകൽ 3 മണിക്ക് പോയ കാര്യം കുറേ പേർക്ക് അറിയാൻ പോയിട്ട് രാത്രി 12:05 വന്നിട്ടുണ്ടായിരുന്നു. നല്ല കുടിച്ചിട്ടാണ് വന്നത് വണ്ടിയിൽ. വീണ്ടും തെറ്റി മക്കളെ, ഷാനും നജലയും വീണ്ടും തെറ്റി. കാരണം എന്നാ കുടി തന്നെ. ഈ 1000 പാല് 12000 കൊല്ലം കുഴലിട്ടാലും നിവരില്ലെന്നല്ലേ, അതേപോലത്തെ അവസ്ഥയാണ് നിൻ്റെ ഷാൻ്റെത്. ഒരുപാട് നല്ലവരായ നിൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞു തന്ന് കുടിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും കുടി നിർത്താൻ പറ്റില്ല. പക്ഷെങ്കിൽ അവനാ കുടിച്ച് നിന്നെ എന്താ പറയുക വടിവാളെല്ലാം എടുത്ത് അടിച്ച് ഇതാക്കാൻ വേണ്ടി വന്ന ഒരവസരത്തിൽ അതെല്ലാം കഴിഞ്ഞെല്ലാം മറന്ന് നീ തിരിച്ച് വിളിച്ചപ്പോൾ എന്തായി? കുറേ സാധനങ്ങളും കാര്യങ്ങളും ഏവൻ്റെ പെട്ടി കെട്ടിയേക്കണത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കോള് വിളിച്ചിട്ടുണ്ടായിരുന്നു സാബു എന്നൊക്കെ പറഞ്ഞ് ഒരു മച്ച 22 എന്തരുന്ന് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ MDMA കേസിൽ പ്രതികളൊക്കെയാണ്. അപ്പം അവരെ കൂടെ നേരെ പോയി കുടിച്ച് ഫിറ്റായി അവരെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്താക്കി കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു ഈ കണ്ടീഷനിൽ ഇവിടെ കയറാൻ പറ്റില്ല. നീ ആ കണ്ടീഷനിൽ അവനോട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ നാറി വരും. അവൻ്റെ കുടിച്ച വെള്ളമെല്ലാം ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും നിൻ്റെ അടുത്തേക്ക് തിരിച്ച് വരും. തിരിച്ച് വരുമ്പം നീ കുടിച്ച് പട്ടിനെ മാതിരി ആദ്യം അവനെ സ്വീകരിക്കും. ഇതല്ലേ നിൻ്റെ പഠിപ്പ്. ഇതിങ്ങനെ അവൻ പോയി അവൻ വന്നു, അവൻ പോയി അവൻ വന്നു, തല്ലുകൂടി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ഇതല്ലേ നിൻ്റെ യൂട്യൂബിലെ വരുമാനം. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് തൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമാണ്, അങ്ങനെ 4 ആൾ അറിയാൻ പാടില്ല എന്നുള്ള ഒരു നാണക്കേട് വരെ തനിക്കില്ല. കാരണം കുടിച്ചുകൊണ്ട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് സത്യം ചെയ്ത് കൊടുത്തതാണ് ഇനി ഞാൻ കുടിക്കൂല. എടി അവൻ്റെ മോള, അവൻ തലപിടിച്ച് സത്യം ചെയ്യാൻ. അവനിക്കെന്നാൽ നിൻ്റെ വല്ലോൻ്റെ മോളെ തല പോയാൽ അവനിക്കൊന്നുമില്ല. അന്ന് നിന്നോട് ഞാൻ പറഞ്ഞിന് മക്കളെ പിടിച്ചിട്ടൊന്നും ഒരിക്കലും സത്യം ചെയ്യാൻ പറ്റരുത്, കാരണം അവനൊന്നും ഒരിക്കലും നേരെയാവില്ല. ഇപ്പം എന്തായി? ആ മോളെ തല പോവാണ്ട് ഒന്നുമില്ലാണ്ട് എന്താ പറയുക, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പച്ചുകൂടി അവർ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു. ഒരു ഉടുക്കത്തുണിയില്ലാതെ വന്ന് കയറി ഇവിടെ. ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തു അൽഹംദുലില്ലാ. അപ്പോൾ എന്നെ വിറ്റ പൈസ ഞാൻ പറഞ്ഞു ഓക്കെ 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 അത് നിന്നെ വിറ്റ പൈസ യൂട്യൂബിൻ്റെ ഏണിങ്സ് കുഴപ്പമില്ല, വലുതായിട്ടൊന്നും നശിപ്പിച്ചൊന്നും കളഞ്ഞില്ല അൽഹംദുലില്ലാ. കടങ്ങളൊക്കെ കുറച്ചൊക്കെ തീർത്ത് പറ്റൊക്കെ തീർത്ത് ഇനിയിപ്പോൾ മോളെ സ്കൂളിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തിനെനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് കുടിച്ചിട്ട്? ഈ ചോദ്യം നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിന്നോട് പലവട്ടം ചോദിച്ചതാണ്. ആ ചോദ്യം ഇപ്പം നീ തിരിച്ചിട്ട് എന്താ പറയുക നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടല്ല നീ ചോദിക്കേണ്ടത്, നിന്നോട് പലവട്ടം ചോദിച്ചതാണ്. പക്ഷെ അന്ന് നിൻ്റെ ഷാൻ അങ്ങനെ പിണങ്ങിപ്പോയി. ഷാൻ ഒരു കാലത്തും നന്നായി വന്ന് ഇനി അവൻ കുടിക്കൂല എന്നോട് അങ്ങനെ പറഞ്ഞിനി, അത്ര കരാറാക്കിനി. എൻ്റെ കരാറെല്ലാം എവിടെ പോയടി? MDMA കേസിലെ പ്രതിയും മോഷണ കേസിലെ പ്രതികളുടെയൊക്കെയാണ് കൂട്ട്. അപ്പം എന്തായാലും ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ബൈക്ക് കൊടുക്കൂല, കാർ കൊണ്ടുപോയി പോട്ടെ, അത് എൻ്റെ പേർക്കല്ല. അതിലിനി ഒന്നുമില്ല മക്കളെ, ചോർച്ചയൊക്കെ തുടങ്ങി. കാരണം അല്ല മഴയത്തും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടിട്ട് വണ്ടി മൊത്തം തൊലഞ്ഞ് നശിപ്പിച്ച് നാറ്റവും കുറേ പൂർത്തിച്ചക്കയും കള്ളൂപ്പിയും വണ്ടിക്കകത്ത്. ഇപ്പം ഷാലിനെ മാത്രമല്ല നാറ്റം, ഇപ്പം വണ്ടിയും കൂടെ നാറി. പിന്നെ അതെന്ന് വെച്ചാൽ യൂട്യൂബിലെ വരുമാനം കൊണ്ടെടുത്ത വണ്ടിയല്ലേ. അവനവൻ്റെ മേയ്ക്കുന്ന് പൈസ കൊടുത്തെടുത്ത വണ്ടിക്കാണെങ്കിൽ അത് നമുക്ക് ആ വണ്ടിയെല്ലാം മോശം ഒരു ബേജാറുണ്ടല്ലോ. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടിയ വണ്ടി ആയതുകൊണ്ട് ഇവൾക്ക് ആ വണ്ടി നശിക്കുന്നതെന്ന് ഒരു ബേജാറില്ല. അതുകൊണ്ട് കാർ അവന് കൊണ്ടുപോയിക്കോട്ടെ, ബൈക്ക് എൻ്റെ അടുത്തുണ്ട്, അത് മതി എനിക്ക്. ഇപ്പം കാറും ഷാനും എല്ലാം മാറി. ഞാൻ പറഞ്ഞു നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് തരണമെന്ന് പറഞ്ഞു. എടുത്ത് തന്ന് അത് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി അവൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അങ്ങ് ചാർത്തും. അപ്പോൾ അതെല്ലാം അവൻ കാണും. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇവൾ കുറച്ച് മുതലക്കണ്ണീരെല്ലാം ആയിട്ട് വീണ്ടും വരും. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉപ്പയാണ്, എനിക്കങ്ങനെ തള്ളാൻ പറ്റൂല. അത് അവനക്ക് നന്നായിട്ടറിയാം. ആ വെട്ടിക്കറിയാം ഇതൊരു പമ്പര വെട്ടിയാണ്. ഇവിടെ അങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാനും ഒരു സമ്പാദ്യവും ഇവിടെ ഇല്ല. സമ്പാദ്യം അവനിക്ക് വേണ്ടല്ലോ, നീ കുറേ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, അതിപ്പോൾ കളയാൻ ഒരാൾ വേണ്ടേ? അത്രയും അവൻ ചിന്തിച്ചിട്ടില്ല. അപ്പം നീ ഉണ്ടാക്കുന്ന പൈസ അവനായിട്ട് വന്നിട്ട് കളയും.